ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും, അല്ലാഹു തആല നിങ്ങളുടെ ആകാര സൗഷ്ഠവത്തിലേക്ക്, ശരീര വടിവിലേക്ക് അല്ലാഹു നോക്കുകയില്ല. വലാ ഇലാ സുവരിക്കും, നിങ്ങളുടെ രൂപഭാവങ്ങളിലേക്ക് അല്ലാഹു തആല നോക്കുകയില്ല. നിങ്ങളുടെ രൂപഭാവമോ നിങ്ങളുടെ മസിലോ നിങ്ങളുടെ ബോഡിയോ ഇതൊന്നും അല്ലാഹുവിന് കാണേണ്ട. വലാകി യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും, മറിച്ച് റബ്ബുൽ ഇസ്സത്ത് നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കായിരിക്കും. ഹൃദയം പരിശുദ്ധമായിരിക്കണം പ്രിയപ്പെട്ടവരെ. ആ പരിശുദ്ധമായ ആ മനസ്സുണ്ടാക്കിയെടുക്കാൻ അല്ലാഹു നമുക്ക് നൽകിയ മാസമാണ് പരിശുദ്ധ റമളാൻ മാസം. ആ വിശുദ്ധ റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്, ആ പരിശുദ്ധമായ മാസത്തെ നമ്മൾ വരവേൽക്കേണ്ടത് സംശുദ്ധമായ മനസ്സോടുകൂടി ആയിരിക്കണം. പ്രിയപ്പെട്ടവരെ, വിശ്വാസി സമൂഹം വളരെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പരിശുദ്ധമായ റമളാൻ നമ്മുടെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പിറകണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ശഅബാൻ 21 ഏതാണ്ട് 8-9 ദിവസം കൂടി പിന്നിടുമ്പോൾ പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് സമാഗതമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല സംശുദ്ധമായ മനസ്സോടെ സന്തോഷത്തോടെ പരിശുദ്ധമായ റമളാനെ വരവേൽക്കാൻ, ആ റമളാനിന്റെ അനുഗ്രഹീതമായ രാപകലുകൾ സ്വാലിഹായ കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ റമളാനിന്റെ ആഗമനം വലിയ സന്തോഷമാണ്. വിശുദ്ധ റമളാനിന്റെ ആഗമനത്തിൽ നമ്മൾ സന്തോഷിക്കുക തന്നെ വേണം. കാരണം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മം ഫരിഹ ബിദുഖൂലി റമളാൻ, റമളാനിന്റെ ആഗമനത്തിൽ ആരെങ്കിലും സന്തോഷിച്ചാൽ, ഇതാ വിശുദ്ധ റമളാൻ വരുന്നു, പാപമോചനത്തിന്റെ മാസം, സ്വർഗപ്രവേശനത്തിന്റെയും നരകവിമോചനത്തിന്റെയും മാസം, സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസം, നരക കവാടങ്ങൾ കൊട്ടിയടയ്ക്കപ്പെടുന്ന മാസം, ഇങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള വിശുദ്ധ റമളാൻ ഇതാ കടന്നു വരുന്നു എന്ന നിലയ്ക്ക് ഒരു സത്യവിശ്വാസി സന്തോഷിച്ചാൽ, ഹറമല്ലാഹു ജസദഹു അലൻ നീറാൻ, അവന്റെ ശരീരത്തെ അല്ലാഹു നരകത്തിന് നിഷിദ്ധമാക്കും എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. വിശുദ്ധ റമളാനിന്റെ വരവിൽ നമ്മൾ സന്തോഷിക്കണം. ഇനിയുള്ള ദിവസങ്ങൾ എണ്ണി കഴിയണം. റമളാന് 9 ദിവസം, അടുത്ത ഒരു ദിവസം പിന്നിടുമ്പോൾ ഇനി റമളാൻ 8 ദിവസം. ഇങ്ങനെ റമളാനിന്റെ വരവിനെ ആകാംക്ഷയോടെ ആഗ്രഹത്തോടെ നമ്മൾ പ്രതീക്ഷിച്ച് കാത്തിരിക്കണം. അതായിരുന്നു ബഹുമാനപ്പെട്ട പ്രവാചകന്റെയും സഹാബത്തിന്റെയും ചര്യ. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ അതാ അലൽ മുസ്ലിമീന ശഹ്റുൻ ഖൈറുൽ ലഹും മിൻ റമളാൻ. ഒരു സത്യവിശ്വാസി, ഈമാനുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമളാനേക്കാൾ ഉത്കൃഷ്ടമായ ഒരു മാസം അവനിലേക്ക് വരുന്നില്ല. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ ആഗമനം അവന് വലിയ അനുഗ്രഹമാണ്, അവന് വലിയ നന്മയാണ് ആ മാസം. അതുകൊണ്ട് ആ മാസത്തിന്റെ ആഗമനത്തിൽ വിശ്വാസി സന്തോഷിക്കും. എന്നാൽ വലാ അതാ അലൽ മുനാഫിഖീന ശഹ്റുൻ ശർറുൽ ലഹും മിൻ റമളാൻ. മുനാഫിക്കായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, കപട വിശ്വാസികളായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ റമളാനിന്റെ ആഗമനം അവന് അസ്വസ്ഥത ഉണ്ടാക്കും, അവന് വെറുപ്പുണ്ടാക്കും. ഓ, റമളാൻ വന്നല്ലോ, ഇനി പകല് തിന്ന് കുടിച്ച് നടക്കാൻ കഴിയില്ലല്ലോ. അവനെ തീർച്ചയായും പിടിച്ചു കെട്ടപ്പെടുന്ന ഒരു മാസമാണ്.
അവന്റെ തോന്നിവാസങ്ങൾക്ക് കണിഞ്ഞാനിടപെടേണ്ട മാസമാണ്. തന്നിഷ്ട ജീവിതം നയിക്കാൻ സാധിക്കില്ലല്ലോ എന്ന് കരുതി മുനാഫിക്കായ മനുഷ്യൻ വിശുദ്ധ റമളാനിന്റെ ആഗമനത്തിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കും എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരു അസ്വസ്ഥത, ഒരു വെറുപ്പ് നമ്മുടെ മനസ്സിലുണ്ടായിക്കൂടാ. റമളാന്റെ ആഗമനത്തിൽ നമ്മൾ സന്തോഷിക്കണം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമളാനിന്റെ വരവിൽ സന്തോഷിക്കുന്ന യഥാർത്ഥ സജ്ജനങ്ങളിൽ, സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറഞ്ഞു. അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ ആമീനും വലിയ വിലയാണ് പ്രിയപ്പെട്ടവരെ. ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധ റമളാനിന്റെ ആഗമനം സന്തോഷിക്കണം. നബിയും സഹാബത്തും റമളാനു ഷഹ്റുൻ അലീം ഷഹ്റുൻ മുബാറക് യഫറഹു ബിഹിൽ മുസ്ലിമൂൻ വകാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബുഹു യഫറഹൂന ബിഹി. ഹദീസിൽ കാണാം, മഹത്തായ മാസമാണ് റമളാൻ, വളരെ പവിത്രമായ മാസമാണ് റമളാൻ. നബിയും സഹാബത്തും യഫ്റഹൂന ബിഹി, ആ റമളാനിന്റെ ആഗമനത്തിൽ അവർ വലിയ സന്തുഷ്ടരായിരുന്നു എന്ന് ഹദീസ് പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ റമളാനിന്റെ ആഗമന വാർത്തയിൽ സന്തുഷ്ടരായിക്കൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ പരമ്പരാഗതമായി നമ്മൾ റമളാൻ ആഗതമാകുന്നതിന് മുമ്പ് വീടും പരിസരമൊക്കെ വൃത്തിയാക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർ, അവര് വീടിന്റെ അകത്തളങ്ങൾ മാറാല പിടിച്ചതും പൊടിയും പടലങ്ങളൊക്കെ അവർ തൂത്തു വൃത്തിയാക്കുന്നു. പൊടി പിടിച്ച് അടുക്കി വയ്ക്കപ്പെട്ട പാത്രങ്ങൾ എടുത്ത് കഴുകി ഉണക്കി യഥാസ്ഥാനത്ത് അവർ തിരിച്ചു വെക്കുന്നു. വീടിന്റെ ഉള്ളിൽ നിന്നും ആവശ്യമില്ലാത്ത പാഴായ വസ്തുക്കൾ പുറത്തു കളയുന്നു. ഇതൊക്കെ റമളാനിന്റെ ആഗമനത്തിനോടനുബന്ധിച്ച് ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. ഇത് നമ്മൾ വർഷാവർഷം ഈമാനുള്ള റമളാന്റെ ആഗമനത്തിൽ സന്തോഷിക്കുന്ന നമ്മുടെ സഹോദരിമാരെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. മലബാർ ഭാഗത്തേക്ക് പോയാൽ ഇതിന് പറയുന്ന പേരാണ് നനച്ചുകുളി. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പേര് സാധാരണ ഉപയോഗിക്കാറില്ല. എങ്കിലും നാം ഇന്ന് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ റീലൊക്കെ കാണുന്ന കുട്ടികൾ നനച്ചുകുളി, അതിന്റെ റീലുകളാണ് ഇന്ന് മൊബൈലിൽ മുഴുവനും ഉള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ വീട് പരിശുദ്ധമായിരിക്കണം. നമ്മുടെ വീടിന്റെ പരിസരങ്ങൾ പരിശുദ്ധമായിരിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ത്വയ്യിബുൻ, അല്ലാഹു പരിശുദ്ധനാണ്. യുഹിബ്ബു ത്വയ്യിബ, അവൻ പരിശുദ്ധതയെ ഇഷ്ടപ്പെടുന്നു. നളീഫുൻ, അവൻ ശുദ്ധിയുള്ളവനാണ്. യുഹിബ്ബുൻ നളാഫ, അവൻ ശുചിത്വത്തെ, വൃത്തിയെ ഇഷ്ടപ്പെടുന്നു. കരീമുൻ, അല്ലാഹു മാന്യനാണ്. യുഹിബ്ബുൽ കറമ, അവൻ മാന്യതയെ ഇഷ്ടപ്പെടുന്നു. ജവാദുൻ യുഹിബ്ബുൽ ജവാദ, അല്ലാഹു ഉദാരമതിയാണ്, ധാരാളം കൊടുക്കുന്നവനാണ് അല്ലാഹു, അവൻ ധർമ്മിഷ്ഠതയെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫനല്ലിഫു അഫ്നിയതകും വലാ തശബ്ബഹു ബിൽയഹൂദി, നിങ്ങൾ വീടും വീടിന്റെ പരിസരങ്ങളും വൃത്തിയാക്കിയിടണം. ഇത് റമളാനിൽ മാത്രമല്ല, പ്രത്യേകിച്ച് റമളാനിൽ ഇത് ചെയ്യണം. എല്ലാ സമയത്തും ഒരു വിശ്വാസിയുടെ വീടും പരിസരവും പരിശുദ്ധമായിരിക്കണം, വൃത്തി ഉണ്ടായിരിക്കണം. നമ്മുടെ സംസ്കാരം അളക്കപ്പെടുന്ന പ്രകടമായ ഒരു അടയാളമാണ് നമ്മുടെ വൃത്തി. നമ്മുടെ വീടിന്റെ മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കി, അതുപോലെ കാടും പടപ്പുമൊക്കെ പറിച്ചു മാറ്റി, ചപ്പും ചവറും ഒക്കെ തൂത്തുമാറ്റി, അതൊക്കെ നല്ല വെടിപ്പോടെ വൃത്തിയോടെ ഇടണം. ഇതാണ് ഒരു മുസ്ലിമിന്റെ സംസ്കാരം. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാത്തവർ കാടുകൾ എത്തിയാൽ അവിടെ നിൽക്കട്ടെ, വീടിന്റെ മുറ്റത്ത് കരികല വീണ് കുന്നുകൂടിയാൽ അവിടെ കിടക്കട്ടെ എന്ന് വെക്കുന്ന സംസ്കാരം അത് ജൂത സംസ്കാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ
ജൂതന്മാരുടെ സ്വഭാവമാണ്. നബി പറഞ്ഞു, വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാത്ത ജൂതന്മാരോട് നിങ്ങൾ സാദൃശ്യരാകരുത്. ആ സംസ്കാരം നമുക്ക് യോജിച്ചതല്ല. വൃത്തിയുടെ മതമാണ് ഇസ്ലാം, ശുചിത്വത്തിന്റെ മതമാണ് ഇസ്ലാം. വീടും പരിസരവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കണം. ഇത് പ്രത്യേകിച്ച് റമദാൻ മാസവുമായി ബന്ധപ്പെട്ട് ഇത് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രിയപ്പെട്ടവരെ, റമദാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യം പെയ്തിറങ്ങുന്ന മാസമാണ്. റഹ്മത്തിന്റെ മാലാഖമാർ ഭൂമിയിൽ നിറയുന്ന മാസമാണ് റമദാൻ. ശുചിത്വമില്ലാത്ത ഇടങ്ങളിൽ മലക്കുകൾ വരികയില്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ മലക്കുകൾ വരികയില്ല. അവിടെ പിശാചായിരിക്കും ഇടപെടുക. പിശാചിന് താമസിക്കാൻ, അവന് പാർക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം വൃത്തിഹീനമായ സ്ഥലങ്ങളാണ്, ശുചിത്വമില്ലാത്ത സ്ഥലങ്ങളാണ്. മലിനമായ വെള്ളക്കെട്ടിലും അതുപോലെ ചെളിക്കുണ്ടുകളിലും കുളിമുറികളിലും ബാത്റൂമുകളിലുമൊക്കെയാണ് പിശാചിന് താമസിക്കാൻ ഇഷ്ടം. അതുകൊണ്ടല്ലേ നമ്മൾ ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇടതുകാല് വെച്ച് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി. എന്താ അർത്ഥം? അല്ലാഹുവേ, നിന്നോട് ഞാൻ അഭയം തേടുന്നു. മിനൽ ഖുബുസി വൽ ഖബായിസി, ആൺ പെൺ പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഇത് നമ്മൾ ബാത്റൂമിൽ കയറുമ്പോൾ, കുളിപ്പരയിൽ കയറുമ്പോൾ പറയേണ്ടതാണ്. എന്താ അതിന്റെ അർത്ഥം? ബാത്റൂം പോലുള്ള മലിനമായ വൃത്തിയില്ലാത്ത ഇടങ്ങളിലാണ് പിശാച് വസിക്കുന്നത്. അതുകൊണ്ടാണല്ലോ പിശാച് കുളിമുറിയിലും ബാത്റൂമിലും കയറുമ്പോൾ പിശാചിൽ നിന്നും അഭയം തേടാൻ മഹാനായ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വൃത്തിയില്ലാത്ത സ്ഥലങ്ങൾ, അടിച്ചു വാരാത്ത ഇടങ്ങൾ, അവിടെ പിശാച് താമസിക്കും. പിശാചുള്ള ഇടങ്ങളിൽ മലക്കുകൾ വരികയില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് റമദാനിന്റെ മുന്നൊരുക്കമെന്ന നിലയ്ക്ക് വീടും പരിസരവും ഒക്കെ ശുചിത്വത്തോടു കൂടി സൂക്ഷിക്കുന്നത്, വൃത്തിയാക്കുന്നത്. ഇത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പിശാച് നമ്മുടെ വീടുകളിൽ താമസിക്കുന്ന 5 ഇടങ്ങളുണ്ട്. എല്ലാം വിശദീകരിക്കാൻ സമയമില്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം, നമ്മളൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മേഖല, അസിയാബുൽ മുഅല്ലഖതു ലിഫിത്രത്തിൻ തുബീല ദൂന ലബ്സിഹ ഔ തൻലീഫിഹ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെളി പിടിച്ച, അതുപോലെ വിയർത്ത, മുഷിഞ്ഞ, ദുർഗന്ധം വമിക്കുന്ന തുണികൾ നമ്മുടെ വീടുകളിൽ തൂക്കിയിടാറുണ്ട്, അല്ലെ? ചിലപ്പോൾ എല്ലാം കൂടെ എടുത്ത് ഒരുമിച്ചായിരിക്കും കഴുകുന്നത്. ഇങ്ങനെ വേർപ്പ് പിടിച്ച ദുർഗന്ധം വമിക്കുന്ന തുണികൾ തൂക്കിയിടാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മുഷിഞ്ഞ തുണികൾ വീടിന്റെ ഉള്ളിൽ ഇടാൻ പാടില്ല. കാരണം വൃത്തിയില്ലാതെ മുഷിഞ്ഞ് വിരിക്കപ്പെട്ട വസ്ത്രങ്ങളിൽ പിശാച് താമസിക്കും. നബി മുഹമ്മദ് മുസ്തഫ. നീ ശ്രദ്ധിക്കണം, അഴുക്കായാൽ അത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? കഴുകണം. വസ്ത്രങ്ങൾ, മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഇങ്ങനെ വീടിന്റെ അകത്തളങ്ങളിൽ വിരിച്ചിടാൻ പാടില്ല. അത് നബിതങ്ങൾ പ്രത്യേകം നിരോധിച്ച കാര്യമാണ്. ഇതൊക്കെ ഈ റമദാനുമായി ബന്ധപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മുടെ വീടും പരിസരവും നനച്ചുകുളി നടത്തുന്നത് മലക്കുകളുടെ പ്രവേശനത്തെ ആഗ്രഹിച്ചുകൊണ്ടാണ്. നനച്ചുകുളി എല്ലാം. ഇനി അത് ചെയ്തിട്ടില്ലാത്തവർ ഇൻഷാ അല്ലാഹ് വീട്ടിൽ ചെന്ന് നമ്മുടെ സഹോദരിമാരോടൊക്കെ പറഞ്ഞ് നമ്മളെല്ലാം കൂടി വീടിന്റെ പരിസരമൊക്കെ കാടി പിടിച്ച് കിടക്കുന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കി, വീടിന്റെ അകമൊക്കെ മാറാനെയൊക്കെ തൂർത്ത്, പൊടിപടലങ്ങളൊക്കെ വൃത്തിയാക്കി, പൊടി പിടിച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകി ശുദ്ധിയാക്കി, അഴുക്കും മുഷിഞ്ഞു കിടക്കുന്ന വസ്ത്രങ്ങളൊക്കെ കഴുകി വീടിന്റെ അകത്തളം പരിശുദ്ധമായി സൂക്ഷിക്കണം. മലക്കുകളുടെ സാന്നിധ്യമുണ്ടാകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് ബാഹ്യമായ ശുചിത്വമാണ്. ഇനി റമദാനെ സ്വീകരിക്കണമെങ്കിൽ ബാഹ്യമായ ശുചിത്വത്തിൽ ഉപരി നമ്മുടെ ആന്തരികം, നമ്മുടെ ഉള്ള്, നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം.
ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ശഅബാനുൽ തത്ഹീറുൽ ഖൽബ്, ശഅബാൻ മാസം ഹൃദയത്തെ ശുദ്ധീകരിക്കാനുള്ളതാണ്, അകതാരിനെ വിമലീകരിക്കാനുള്ളതാണ് ശഅബാൻ. മനസ്സിനെ സ്ഫുടം ചെയ്യാൻ, മനസ്സിനെ ശുദ്ധമാക്കാനുള്ളതാണ് ശഅബാൻ മാസം. മനസ്സ് ശുദ്ധമായെങ്കിലേ നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ. പരിശുദ്ധമായ മനസ്സിന്റെ ആളുകളായിരിക്കണം നമ്മൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നല്ല വസ്ത്രം ധരിക്കും അല്ലെ, വൃത്തിയും വെടുപ്പോടുകൂടി തേച്ചുടയാത്ര വസ്ത്രം ധരിച്ച് നമ്മൾ നടക്കും. നമ്മളൊരു ഫംഗ്ഷനും മറ്റും പോകുമ്പോൾ നമ്മുടെ വാഹനം കഴുകി വൃത്തിയാക്കും. നമ്മുടെ വീട് നമ്മൾ മനോഹരമായി പെയിന്റ് അടിക്കും. എന്തിനാ? നമ്മൾ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു ഫംഗ്ഷന് പോകുമ്പോൾ അല്ലെങ്കിൽ വീടിന്റെ പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഭാര്യ പറയും, ചെളി പിടിച്ച് ആകെ മുഷിഞ്ഞത്, ഇത് മാറിയിട്, ഓ ഇതൊക്കെ മതി. നാണമില്ലേ നിങ്ങൾക്ക്? ആളുകൾ കണ്ടാൽ എന്ത് വിചാരിക്കും അല്ലെ? ആളുകൾ കണ്ടാൽ എന്ത് വിചാരിക്കും? ഇതാണ് ചോദ്യം. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ബാഹ്യമാണ്. നമ്മുടെ ബാഹ്യമായ ഡ്രസ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അത് മുഷിഞ്ഞതായാൽ ആളുകൾ എന്ത് വിചാരിക്കും? എന്നാൽ ആളുകൾക്ക് കാണാൻ കഴിയാത്ത ഒരു ഇടമുണ്ട്. അതാണ് നമ്മുടെ വാരിയല്ലുകൊണ്ട് മൂടപ്പെട്ട നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം. അവിടെ ആർക്കും കാണാൻ കഴിയില്ല. പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ശരീരത്തിൽ നിന്നും നോക്കുന്നത് നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്കാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും വഅഅമാലികും. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമികും, അല്ലാഹു തആല നിങ്ങളുടെ ആകാര സൗഷ്ഠവത്തിലേക്ക്, ശരീരവടിവിലേക്ക് അല്ലാഹു നോക്കുകയില്ല. വലാ ഇലാ സുവരിക്കും, നിങ്ങളുടെ രൂപഭാവങ്ങളിലേക്ക് അല്ലാഹു തആല നോക്കുകയില്ല. നിങ്ങളുടെ രൂപഭാവമോ നിങ്ങളുടെ മസിലോ നിങ്ങളുടെ ബോഡിയോ ഇതൊന്നും അല്ലാഹുവിന് കാണേണ്ട. വലാകി യൻദുറു ഇലാ ഖുലൂബികും വഅഅമാലികും, മറിച്ച് റബ്ബുൽ ഇസ്സത്ത് നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കായിരിക്കും. ഹൃദയം പരിശുദ്ധമായിരിക്കണം പ്രിയപ്പെട്ടവരെ. ആ പരിശുദ്ധമായ മനസ്സ്, ആ മനസ്സുണ്ടാക്കിയെടുക്കാൻ അല്ലാഹു നമുക്ക് നൽകിയ മാസമാണ് പരിശുദ്ധ റമളാൻ മാസം. ആ വിശുദ്ധ റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്, ആ പരിശുദ്ധമായ മാസത്തെ നമ്മൾ വരവേൽക്കേണ്ടത് സംശുദ്ധമായ മനസ്സോടുകൂടി ആയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബാക്കൾ ചോദിച്ചു, അഫ്ളലുൻ നാസ്, ഇവിടെ ശ്രദ്ധിക്കണം എല്ലാവരും, ജനങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടരായ ആളുകൾ ആരാണ്? ആരാണ് നബി ഏറ്റവും ഉത്കൃഷ്ടരായ ആളുകൾ? നല്ല വസ്ത്രം ധരിക്കുന്നവരല്ല, നല്ല വാഹനത്തിൽ സഞ്ചരിക്കുന്നവരല്ല, നല്ല വീട് വെച്ച് താമസിക്കുന്നവരല്ല. ഇതൊന്നുമല്ല പ്രവാചകന്റെ മറുപടി. കുല്ലു മഖ്മൂമിൽ ഖൽബി സദൂഖുൽ ലിസാൻ. രണ്ട് വിശേഷണമാണ് ഏറ്റവും ഉത്കൃഷ്ടരായ ആളുകൾക്കുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഒന്നാമത്തത് കുല്ലു മഖ്മൂമുൽ ഖൽബ്. മഖ്മൂമുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ അത്തഖിയ്യുൻ നഖിയ്യു ലാ ഇസ്മ ഫീഹി വലാ ബഗിയ വലാ ഗില്ല വലാ ഹസദ. ആരാണ് മഖ്മൂമുൽ ഖൽബ്? അത്തഖിയ്യു, സംശുദ്ധമായ മനസ്സ്. അന്നഖിയ്യു ലാ ഇസ്മ ഫീഹി വലാ ബഗിയ വലാ ഹസദ. തെറ്റുകളിൽ നിന്നും അകന്നു കഴിയുന്ന, അക്രമ പ്രവർത്തനങ്ങൾ ചിന്തിക്കാത്ത, മറ്റുള്ളവരോട് പകയില്ലാത്ത, മറ്റുള്ളവരുടെ ഐശ്വര്യങ്ങളും അവർക്ക് കിട്ടിയ നേട്ടങ്ങളും മാറിപ്പോകാൻ ആഗ്രഹിക്കാത്ത മനസ്സുള്ളവരാണ് മഹ്മൂമുൽ ഖൽബെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇവരാണ് ഏറ്റവും ഉത്കൃഷ്ടരായ ആളുകൾ. സത്യസന്ധമായ വർത്തമാനം പറയുന്നവരാണ് ഏറ്റവും ഉത്കൃഷ്ടരായ ആളുകളെന്ന് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഹൃദയം, പ്രിയപ്പെട്ടവരെ, ഏറ്റവും ഉത്കൃഷ്ടരായി നമ്മൾ വിശുദ്ധ റമളാനിലേക്ക് കയറണം. പരിശുദ്ധമായ മനസ്സ്,
അക്രമപരമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്ത മനസ്സ്. നമ്മുടെ മനസ്സിൽ അസൂയയില്ല, കുശുമ്പില്ല, കുന്നായ്മയില്ല, പകയില്ല, വിദ്വേഷമില്ല. ഇങ്ങനെ സംശുദ്ധമായ മനസ്സോടുകൂടി ആയിരിക്കണം വിശുദ്ധ റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനമായി നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സിൽ നിന്നും പക, വിദ്വേഷം, വൈരാഗ്യം എടുത്തു കളയണം. എന്നാലേ നമ്മുടെ അമലുകൾ സ്വീകരിക്കുള്ളൂ. പകല് മുഴുവൻ ഭയങ്കര അതിശക്തമായ വെയിലല്ലേ ഈ റമളാനിൽ? കഴിഞ്ഞ റമളാനും അങ്ങനെ തന്നെയായിരുന്നു. കഴിഞ്ഞ റമളാനിലേക്കാൾ ശക്തമായ വെയിലും ചൂടുമായിരിക്കും ഈ വർഷം. അല്ലാഹു അത് നമുക്ക് യാതൊരു പ്രയാസവും ഇല്ലാതെ നോമ്പ് പിടിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ചൂട് സമയത്ത് ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, പകലന്തിയോളം പട്ടിണിയിരുന്ന് നോമ്പ് പിടിക്കുന്ന എന്തിനാ? ആ നോമ്പ് ഫലവത്താകണ്ടേ? ആ നോമ്പ് അല്ലാഹു സ്വീകരിക്കണ്ടേ? ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ പറയുന്നു, സലാസത്തുൽ ലാ തുർഫഉ സലാത്തുഹും ഫൗക റൂസിഹിം. മൂന്ന് വിഭാഗം ആളുകൾ, ആ മൂന്ന് വിഭാഗം ആളുകളുടെ നമസ്കാരങ്ങൾ, അവരുടെ നമസ്കാരാദി കർമ്മങ്ങൾ ഫൗക റൂസിഹിം ശിബ്റൻ, അവരുടെ തലയുടെ മുകളിൽ നിന്നും ഒരു ചാൺ പോലും ഉയർന്നു പോകുകയില്ല. ആകാശത്തേക്ക് ഉയരും എന്നല്ല പറഞ്ഞത്, തലയുടെ മുകളിൽ നിന്നും ഒരു ചാൺ പോലും ഉയർന്നു പോകുകയില്ല. മൂന്ന് വിഭാഗം ആളുകളുടെ നമസ്കാരാദി കർമ്മങ്ങൾ. ആരാണ് ആ മൂന്ന് വിഭാഗം? റജുലുൻ അമ്മ ഖൗമൻ, ഒരു ഇമാമാണ്. അയാൾ ഇമാമത്ത് നിൽക്കുന്നത് ജനങ്ങൾക്ക് ഇഷ്ടമല്ല. ശരീഅത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു ഇമാം, തെറ്റുകളും തിന്മകളും ചെയ്യുന്ന ഒരു ഇമാം, ഹറാമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ഇമാം. അങ്ങനെ ഒരു ഇമാം ഇമാമത്തിൽ തുടരൽ, ജനങ്ങൾ അദ്ദേഹത്തെ വെറുത്താൽ, അയാൾ പിന്നിമാമത്ത് നിന്നാൽ അയാളുടെ നമസ്കാരാദി കർമ്മങ്ങൾ അയാളുടെ തലയുടെ മുകളിൽ നിന്നും ആകാശ മണ്ഡലങ്ങൾ കടന്ന് അല്ലാഹുവിന്റെ സവിധത്തിലേക്ക്, അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്ക് ഉയർന്നു പോകുകയില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ ആള് ഭർത്താവിനെ പിണക്കിക്കൊണ്ട്, ഭർത്താവിനെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ട് രാപാർക്കുന്ന ഒരു ഭാര്യ, രാത്രിയിൽ ഭർത്താവുമായി പിണങ്ങിക്കഴിയുന്ന ഒരു പെണ്ണ്, ആ പെണ്ണിന്റെ നമസ്കാരാദി കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുകയില്ല. മൂന്നാമത്തത് പരസ്പരം പിണങ്ങിക്കഴിയുന്ന, വിദ്വേഷത്തിൽ കഴിയുന്ന രണ്ട് ആളുകൾ, അവരുടെ കർമ്മങ്ങൾ അവരുടെ തലയുടെ മുകളിൽ നിന്നും ഒരു ചാൺ പോലും ഉയർന്നു പോകുകയില്ല എന്ന് വളരെ ശക്തമായി അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാനിൽ നാം അനുഷ്ഠിക്കുന്ന നോമ്പ്, നമ്മുടെ ഖുർആൻ പാരായണം, ദാനധർമ്മങ്ങൾ, നോമ്പ് മുറിപ്പിക്കൽ തുടങ്ങിയുള്ള ഇബാദത്തുകൾ റബ്ബിന്റെ സമക്ഷത്തിലേക്ക് ഉയർന്നു ചെല്ലണമെങ്കിൽ നാം ഇനി ശേഷിക്കുന്ന 8-9 ദിവസം, അതിനു മുമ്പായി നമ്മൾ ആരൊക്കെയാണോ പിണങ്ങിയിരിക്കുന്നത്, ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇണങ്ങണം. പിണക്കങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കണം. പകയും വിദ്വേഷം മനസ്സിൽ നിന്ന് എടുത്തു കളയണം. സംശുദ്ധമായ മനസ്സോടുകൂടി വിശുദ്ധ റമളാനിനെ സ്വീകരിക്കാൻ നാം തയ്യാറാകണം. കാരണം ലാ യഹില്ലു ലിമുസ്ലിമിൻ അയ്യഹുദിറ അഖാഹു ഫൗക സലാസ്, 3 ദിവസത്തിൽ കൂടുതൽ അകാരണമായി മുസ്ലിമായ സഹോദരനോട് പിണങ്ങിയിരിക്കാൻ പാടില്ല. നബിതങ്ങൾ പറഞ്ഞു, അങ്ങനെ പിണക്കത്തോടുകൂടി ആരെങ്കിലും മരിച്ചാൽ അവന്റെ സങ്കേതം നരകമായിരിക്കും. നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആർക്കാണ് എപ്പോഴാണ് മരണം വരുന്നതെന്ന് പറയാൻ പറ്റുമോ? പരസ്പരം വിദ്വേഷത്തിൽ കഴിയുമ്പോഴാണ് മരണം പിടികൂടുന്നതെങ്കിലോ നമ്മുടെ ആഖിറ നഷ്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വിശുദ്ധമായ റമളാനിന്റെ മുന്നൊരുക്കമെന്ന നിലയ്ക്ക് വിശുദ്ധ റമളാനെ സ്വാഗതം ചെയ്യാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നാം ആ റമളാന് വേണ്ടി ഒരുങ്ങേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരുക്കം നാം മാനസികമായിട്ടുള്ള ഒരുക്കമാണ്. മനസ്സിനെ വിമലീകരിക്കുക, സംശുദ്ധമാക്കുക, പകയും വിദ്വേഷം വൈരാഗ്യം എടുത്തു കളയുക. സംശുദ്ധമായ മനസ്സിന്റെ
വക്താക്കളായി നമ്മൾ മാറണം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറഞ്ഞു. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, കുടുംബക്കാർ, കൂട്ടുകുടുംബാദികളായി പിണങ്ങിക്കഴിയുന്നവർ, മക്കളും മാതാപിതാക്കളും പിണങ്ങിക്കഴിയുന്നവരുണ്ട്. മാതാവ് പിതാവ് മക്കളോട് മിണ്ടാത്തവരുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങിക്കഴിയുന്നവരുണ്ട്. കൂട്ടുകുടുംബാദികൾ പരസ്പരം പകയിലും വിദ്വേഷത്തിലും കഴിഞ്ഞുകൂടുന്നവരുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ ഇരിക്കുന്ന സദസ്സിൽ പോലും സാലിഹീങ്ങളായ ആളുകൾ പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുകയില്ലെന്നാണ്. എത്ര വലിയ അപകടമായ കാര്യമാണ്. നമ്മളൊക്കെ നിസ്സാരമായി കാണുന്ന ഒരു കാര്യം. ബഹുമാനപ്പെട്ട അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം വലിയ സഹാബിയാണ്, വലിയ പണ്ഡിതനാണ്. അദ്ദേഹം സുബഹി നമസ്കാരത്തിന് ശേഷം തന്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്ന സത്യവിശ്വാസികൾക്ക് അദ്ദേഹം ഒരു ഉത്ബോധനം നടത്തും. ചില ഉപദേശ നിർദ്ദേശങ്ങൾ തന്റെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കും അദ്ദേഹം. ആ പ്രസംഗം, ആ സദസ് ആരംഭിക്കുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്ക്, അൻഷുദുല്ലാഹ ഖാതി അർറഹ്മിൻ ലിമാ ഖാമ അന്നാ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയും, കുടുംബബന്ധം മുറിച്ചിട്ട് ആരെങ്കിലും ഈ സദസ്സിൽ ഇരിപ്പുണ്ടോ? ഖാമ അന്നാ, ഇറങ്ങി പോകണം ഈ സദസ്സിൽ നിന്നും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കുടുംബബന്ധം വിച്ഛേദിച്ച് കഴിയുന്നവരെ തന്റെ സദസ്സിൽ നിന്നും പുറത്താക്കുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയും, ഫഇന്നാ നുരീദു അൻ നദഉ റബ്ബനാ. അപ്പോൾ ഈ സദസ്സ് അവസാനിച്ചിട്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് പ്രാർത്ഥനയുടെ സദസ്സാണ്. ഈ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ കുടുംബബന്ധം മുറിച്ചവൻ ഈ സദസ്സിലുണ്ടെങ്കിൽ അല്ലാഹു ആ പ്രാർത്ഥന സ്വീകരിക്കുകയില്ല. കുടുംബക്കാരുമായി തെന്നിക്കഴിയുന്നവരുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകണം എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബബന്ധം മുറിക്കുന്നവരെ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പുറത്താക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ ഗുരുതരമായ സംഗതിയാണ്. നമ്മൾ വളരെ ലാഘവത്തോടെ കാണുന്ന കാര്യം. അതുകൊണ്ട് നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന ഈ കാര്യം, ഇന്ന് നമുക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. നേരിട്ട് പോയി പറയാൻ വിഷമമാണെങ്കിൽ വാട്സാപ്പ് ഉണ്ടല്ലോ നമുക്ക്, അല്ലേ? ആ വാട്സാപ്പിലൂടെ സിലു അർഹാമകും വലൗ ബിസലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കുടുംബ ബന്ധം ചേർക്കണം. വലൗ ബിസലാം, ഒരു സലാം കൊണ്ടാണെങ്കിലും ശരി. നിങ്ങളോട് ഞാൻ ഇത്രയും കാലം പിണങ്ങിയിരുന്നു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, എനിക്ക് പുറത്തു തരണം. വാട്സപ്പിലൂടെ ഒരു മെസ്സേജ്, പിന്നെ ഓക്കെ ആയിക്കോളുമല്ല, ഒരൊറ്റ സലാം. വലൗ ബിസലാം, ഒരു സലാം പറഞ്ഞുകൊണ്ടാണെങ്കിലും ശരി. പിണങ്ങിയിരിക്കുന്നവരുമായിട്ട് ആ പിണക്കം അവസാനിപ്പിക്കണമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു സംഭവം നിങ്ങൾക്കൊക്കെ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. ബഹുമാനപ്പെട്ട പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കുന്നാ ജുലൂസൻ മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ ഇരിക്കുകയാണ്. ഒരുപാട് സഹാബത്തുണ്ട്. പ്രവാചകനിൽ നിന്നും അടർന്നു വീഴുന്ന വിജ്ഞാനമാകുന്ന മുത്തുമണികൾ പിറക്കിയെടുക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹാബത്ത്. ആ സഹാബത്തിനെ അഭിമുഖീകരിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, യത്ലു അലൈക്കുമുൽ ആന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. സഹാബത്തെ, ഇപ്പോ ഒരു മനുഷ്യൻ ഈ സദസ്സിലേക്ക് കടന്നു വരും. അദ്ദേഹം സ്വർഗാവകാശിയാണ്. സ്വർഗവാസിയായ ഒരു മനുഷ്യൻ ഈ സദസ്സിലേക്ക് കടന്നു വരും. സഹാബത്ത് ആകാംക്ഷയോടെ കാത്തിരുന്നു. ആരാണ് ആ സ്വർഗവാസി? അല്ലാഹുവിന്റെ റസൂൽ വെറുതെ പറഞ്ഞതല്ല സ്വർഗവാസി എന്ന്. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹുവിൽ നിന്നുള്ള ദിവ്യ സന്ദേശത്തിന്റെ വെളിച്ചത്തിലല്ലാതെ അല്ലാഹുവിന്റെ റസൂൽ ഒന്നും പറയാറില്ല. ആ പ്രവാചകൻ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, ഇപ്പോ ഒരു മനുഷ്യൻ ഈ സദസ്സിലേക്ക് കടന്നു വരും. അദ്ദേഹം മിൻ അഹ്ലിൽ ജന്ന, സ്വർഗവാസിയാണ്. കണ്ണിമ വെട്ടാതെ സഹാബത്ത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ആരാണ് കടന്നു വരുന്നത്? ആരാണ് കടന്നു വരുന്നത്? അപ്പോ ഫതല റജുലുൻ മിനൽ അൻസാർ,
മദീന നിവാസിയായ ഒരു മനുഷ്യൻ ആ സദസ്സിലേക്ക് കടന്നു വന്നു. അദ്ദേഹം ഒളിവെടുത്ത വെള്ളം അദ്ദേഹത്തിന്റെ ധാടിയിലൂടെ കൈകാലുകളിലൂടെ ഇറ്റു വീഴുകയാണ്. ഇടത് കൈയിൽ അദ്ദേഹത്തിന്റെ ചെരുപ്പുണ്ട്. ഇടത് കൈയിൽ ചെരുപ്പ് പിടിച്ചൊരു മനുഷ്യൻ കടന്നു വരുന്നു. സഹാബത്തിന് മനസ്സിലായി ഇദ്ദേഹമാണ് സ്വർഗവാസി എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ദിവസവും പ്രവാചകൻ ഇങ്ങനെ തന്നെ പറഞ്ഞത്, ഇപ്പൊ ഒരു മനുഷ്യൻ വരും, അയാൾ സ്വർഗവാസിയാണ്. ആദ്യ ദിവസം വന്ന അൻസാരിയായ സഹാബി തന്നെ രണ്ടാമത്തെ ദിവസം വന്നു. മൂന്നാമത്തെ ദിവസം പ്രവാചകൻ ഇത് ആവർത്തിച്ചു. സ്വർഗം കിട്ടാനും മാത്രം ആ മനുഷ്യൻ എന്ത് പുണ്യമാണ് ചെയ്യുന്നത് എന്നറിയാൻ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു ഈ മദീനക്കാരനായ മനുഷ്യന്റെ വീട്ടിൽ പോയി. 3 ദിവസം അവിടെ താമസിച്ചു. അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ഉപ്പയുമായിട്ട് അല്പം വിഷയത്തിലാണ്, തെറ്റി നിൽക്കുകയാണ്. ഒരു 3 ദിവസം താമസിക്കാൻ ഇവിടെ ഒരു അനുവാദം തരണം. ഈ സഹാബിയുടെ വീട്ടിൽ ഇദ്ദേഹം 3 ദിവസം താമസിച്ചു. സാധാരണ സഹാബാക്കൾ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടോ ഒന്നും ചെയ്യുന്നത് ആ സഹാബി കണ്ടില്ല. പ്രത്യേകിച്ച് ചെയ്യുന്ന ഒരു കാര്യം, രാത്രിയിൽ ഉറക്കിൽ നിന്നും എഴുന്നേറ്റ് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ അള്ളാഹുവിന് ദിക്ർ ചെല്ലും ആ സഹാബി. അല്ലാതെ പ്രത്യേകിച്ച് മറ്റ് സഹാബാക്കൾ ചെയ്യുന്നതിൽ കൂടുതൽ ഒന്നും ഈ സഹാബി ചെയ്യുന്നത് അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു കണ്ടില്ല. 4-ാം ദിവസം ഈ സഹാബിയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് നിങ്ങൾ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞു. എന്താണ് നിങ്ങൾ ഞങ്ങളിൽ നിന്നും വേറിട്ട് വ്യത്യസ്തമായി ചെയ്യുന്ന കർമ്മം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ആ സഹാബി പറഞ്ഞു, ഇല്ല, ഒന്നുമില്ല, നിങ്ങൾ ചെയ്യുന്നതൊക്കെ തന്നെ ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഉടനെ നിരാശനായി അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അങ്ങനെ നടന്നകന്നു പോയപ്പോൾ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ സ്വർഗ്ഗവാസി എന്ന് അല്ലാഹുവിന്റെ റസൂൽ വിശേഷിപ്പിച്ച ആ സഹാബി വിളിച്ചു, ഇങ്ങോട്ട് വരണം, അംർ ഇങ്ങോട്ട് വാ. എന്നിട്ട് പറഞ്ഞു, ഫലമ്മാ വല്ലൈതു ദആനി മാ ഹുവ ഇല്ലാ മാ റഅയ്തു ഗൈറ അന്നി. ഞാനൊരു അമല് ചെയ്യുന്നുണ്ട്, അത് ലോകത്ത് ആർക്കും കാണാൻ കഴിയില്ലാത്ത അമലാണ്. എന്താണ് അമല്? ലാ അജിദു ഫീ നഫ്സി ലി അഹദിൻ മിനൽ മുസ്ലിമീന ഗിശ്ശാ വലാ അഹ്സുദു അഹദൻ അലാ ഖൈരിൻ അഅതാഹു അല്ലാഹു ഇയ്യാഹു. ഇതാണ് എന്താ, എനിക്ക് മുസ്ലിമീങ്ങളിൽപ്പെട്ട ആരോടും ഒരു പകയില്ല, എനിക്ക് ആരോടൊരു വെറുപ്പുമില്ല. അള്ളാഹു ഒരാൾക്ക് എന്തെങ്കിലും അനുഗ്രഹം കൊടുത്താൽ അത് നീങ്ങി പോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. എന്ന് പറഞ്ഞാൽ എനിക്ക് അസൂയയില്ല, എനിക്ക് പകയുമില്ല, ആരോടും എനിക്കൊരു അസൂയയുമില്ല. ഇതാണ് ഞാൻ ചെയ്യുന്ന കർമ്മം. ഇതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഞാൻ സ്വർഗ്ഗവാസിയാണെന്ന് ആയിരക്കണക്കിന് സഹാബത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് എന്നെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സുവിശേഷ വാർത്ത അറിയിച്ചത് എന്ന് പ്രിയപ്പെട്ടവരെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നുവെങ്കിൽ ആയിക്കൂടെ നമുക്കും മനസ്സ് ക്ലിയറാക്കുക, സംശുദ്ധമാക്കുക, പിണക്കങ്ങൾ അവസാനിപ്പിക്കുക. സംശുദ്ധമായ മനസ്സോടെ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച നാം പറഞ്ഞതുപോലെ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ആർക്കാണ് സ്വർഗ്ഗം? സംശുദ്ധമായ, പകയില്ലാത്ത, കുശുമ്പില്ലാത്ത, വൈരാഗ്യമില്ലാത്ത, വിദ്വേഷമില്ലാത്ത, അഹങ്കാരമില്ലാത്ത, അസൂയയില്ലാത്ത മനസ്സുമായി റബ്ബിനെ സമീപിക്കുന്നവർക്കാണ് അല്ലാഹുവിന്റെ സ്വർഗ്ഗമെന്ന് വിശുദ്ധ ഖുർആൻ. ഇൻഷാ അല്ലാഹ് റമളാൻ നമ്മളിലേക്ക് സമാഗതമാവുകയാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ പറഞ്ഞതുപോലെ 8-9 ദിവസം കൂടി പിന്നിടുമ്പോൾ, അതുകൊണ്ട് പരസ്പരമുള്ള പിണക്കങ്ങളൊക്കെ പറഞ്ഞ് അവസാനിച്ച് നമ്മൾ മനുഷ്യ സഹജമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിണങ്ങും. അതൊക്കെ സഹാബാക്കൾ തമ്മിൽ പിണങ്ങിയിട്ടുണ്ടല്ലോ. വെച്ചു പൊറുപ്പിക്കാതെ സലാം പറഞ്ഞ് എല്ലാവരും ഒറ്റ മനസ്സോടെ ഈ റമളാനിലേക്ക് പ്രവേശിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോടും ഒന്നും വിചാരിക്കണം, ഞാനിപ്പോ അവനോട് മിണ്ടി അവനെന്നെ വിചാരിക്കും, ഒന്നും വേണ്ട, അസ്സലാമു അലൈക്കും, അത്രേ ഉള്ളൂ. ഒന്ന് ചിരിച്ചു കാണിച്ച അസ്സലാമു അലൈക്കും. എല്ലാവരോടും നല്ല മനസ്സോടെ പിണക്കങ്ങളും വൈരാഗ്യങ്ങളും കഴുകിക്കളഞ്ഞ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ റമളാനെ വരവേൽക്കാൻ നമ്മൾ തയ്യാറാകണം. അല്ലാഹു ആ വിശുദ്ധ റമളാനെ സന്തോഷത്തോടെ വരവേറ്റ് റമളാനിന്റെ രാപ്പകലുകൾ അവൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, കർമ്മങ്ങൾ, ഖുർആൻ പാരായണം, നമസ്കാരം, ദാനധർമ്മങ്ങൾ, നോമ്പ് തുറക്കൽ എല്ലാം ചെയ്ത പുണ്യ റമളാനെ നമുക്ക് സജീവമാക്കാൻ, ധന്യമാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
പറഞ്ഞ എല്ലാവരും ആമീൻ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.